ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രെഡ് ടോസ്റ്റും അതിൻ്റെ അകത്ത് ഞാൻ ശ്രീകണ്ഠ് തേച്ചിട്ടുണ്ട്. അതും ഏത്തക്കയും കൂടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പോളിനി പച്ച ഏത്തക്ക ഇങ്ങനെ ഈ പഴുത്ത ഏത്തക്ക അങ്ങനെ അവൻ കഴിക്കത്തില്ല, അവനിഷ്ടമല്ല. അവൻ ഗതി കെട്ടങ്ങാണമേ കഴിക്കത്തുള്ളൂ. പിന്നെ അവന് ഞാനത് ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഇച്ചിരി നെയ്യിട്ട് വാട്ടി കൊടുക്കും, അതിഷ്ടമാണ്. അപ്പോൾ ചായയൊക്കെ റെഡിയായി. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് പിള്ളേർക്ക് അവധിയുള്ള ദിവസമാണ്. ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് മീൻ മാർക്കറ്റിൽ പോകാമെന്ന് വെച്ച് ഞങ്ങൾ മീൻ മാർക്കറ്റിലോട്ട് പോവാം. മഴയവാ, ഇന്ന് അവധിയായിരുന്നു. ഇവന് അവധിയും പിടിച്ച് കിടന്ന് ഉറങ്ങേണ്ടിയതിന് മീൻ മാർക്കറ്റിൽ പോവാം. നോക്കട്ടെ എന്തോ ഉണ്ടാകും. ഞാൻ മഴ കാണിക്കാം. ആറെണ്ണം 1000. അവരാ 6 നമ്മൾ കറുത്ത ആവോലി എന്നാ നാട്ടിലൊക്കെ പറയുന്നത്. ഇവിടെ ഇവർ അൽവ പറഞ്ഞ് നമ്മളും ഞാൻ വീഡിയോയിൽ അൽവ എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് 2 കമൻറ്റ് വന്ന്, ഇത് അൽവ അല്ലല്ലോ, ഇത് കറുത്ത ആവോലി എന്നല്ലേ പറയുന്നത്. ഞങ്ങൾ നാട്ടിൽ കറുത്ത ആവോലി എന്നാണ് പറയുന്നത്. ഇവിടെ പിന്നെ ഇവർ ഇങ്ങനെ അൽവ എന്ന് പറയുന്നത് കൊണ്ട് ഞാനും അൽവ എന്നങ്ങ് വായി വരും. അപ്പോൾ അത് 6 എണ്ണം 1000 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ കയറുന്ന വഴിക്ക് എല്ലാം ചോദിച്ചിട്ട് പോയി ഒന്ന് കറങ്ങിയിട്ട് എല്ലായിടവും ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് പിന്നെ എവിടെ നമുക്ക് ലാഭമായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കും. അയല പലരും പല ഇതാണ് പറയുന്നത്, പക്ഷേ അയലയിൽ വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. ഒരിടത്ത് 12 എണ്ണം 250 രൂപ പറഞ്ഞ്, അത് കുഞ്ഞതായിരുന്നു. 15 തരാമെന്ന് പറഞ്ഞു. പിന്നെ വേറെടുത്ത് 12 എണ്ണം 500 പറയും. അങ്ങനെ പല വിലയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഒത്തിരി വന്നോണ്ടേ 4 എണ്ണം ആവോലി 800 രൂപ പറഞ്ഞു. അങ്ങനെ എല്ലാം ഒന്ന് നമ്മൾ തിരക്കിയിട്ട് പോവുക. പക്ഷെ അങ്ങനെ ഈ അയലയും ആവോലിയും നെയ്മീനെന്ന് പറയുന്നത് ഒത്തിരി വലിയ നെയ്മീനല്ല, പക്ഷേ വിലയാണ്, മീന് വിലയുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ചോദിച്ചോണ്ടേ അവർ പറയുന്നത് നമ്മുടെ അച്ചാറിടുന്ന മീൻ ദീപാവലി കഴിഞ്ഞിട്ടേ വരത്തുള്ളെന്നാണ് പറയുന്നത്. ഇത് ഇവരിപ്പം അത്ര 2 ജോഡി 800 രൂപയൊക്കെ പറയും. അവർ ആളും തരവും കണ്ടാണ് ഇവർ മീനിൻ്റെ വില പറയുന്നത്. അതനുസരിച്ചിട്ട് പിന്നെ നമ്മൾ ബാർഗിൻ ചെയ്യും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ഫിക്സ് റേറ്റ് പറഞ്ഞാൽ പിന്നെ ബാർഗിൻ ചെയ്യാൻ ഇതില്ല. ഇവിടെ ചിലർ എന്തൊക്കെയോ പാവം കടയിൽ നമ്മൾ ബാർഗിൻ ചെയ്തല്ലോ എന്ന്. പക്ഷേ അവർക്ക് മുതലാകാതെ അവർ നമുക്ക് ബാർഗിൻ ഇത്ര രൂപയാന്ന് പറഞ്ഞാലും തരുമോ? അപ്പോൾ അവർ ആളും തരവും കണ്ട് അവർക്കറിയാം ഈ ബോംബെയിലൊക്കെ ആൾക്കാരെല്ലാം ബാർഗിൻ ചെയ്യുന്നറിയാം. അതുകൊണ്ട് അവർ സ്റ്റാർട്ടിങ്ങിൽ വില കൂട്ടി അങ്ങ് പറയും. അത് ആ വിലയ്ക്ക് തന്നെ എന്നെപ്പോലുള്ളവർ ചെന്ന് വാങ്ങിക്കുവാണെങ്കിൽ ആ വിലയ്ക്ക് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും. എനിക്ക് ബാർഗിൻ ചെയ്യാൻ പേടിയുമ്പോൾ ഞാൻ ചെയ്യത്തുമില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ചെയ്യും. ഇത് ഇത്രയും കൂട്ടം നമ്മുടെ ചെമ്പല്ലിക്കോരയെന്ന് ഞങ്ങൾ പറയും, അതിന് 500 രൂപ. ഇതിൻ്റെ തല പോയാൽ പിന്നെ ഒന്നുമില്ല, തലയും ചിതമ്പലുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെയൊക്കെ ബാർഗിൻ ചെയ്താണ് എല്ലാം വാങ്ങിക്കുന്നത്. പിന്നെ കൊഞ്ച് പലതരത്തിലുള്ള കൊഞ്ചുണ്ട്, ചെറുതും വലുതും. അങ്ങനെ ഇവിടെ കൊഞ്ചങ്ങനെ വീട്ടിൽ ആർക്കും അങ്ങനെ താല്പര്യമില്ല. ഞാൻ കഴിക്കും, ഹസ്ബൻഡിനും ഇഷ്ടമാണ്. ഈ പോളിനൊന്നും ഒക്കെ അത്ര താല്പര്യമില്ല. ഇനി ഞാൻ ഇവിടുത്തെ ഇച്ചിരി നോർമൽ സൗണ്ട് ഇടുവാണേ. आज 20 रुपया का है क्या? तो हाँ 20 अंकर 20। अच्छा उन्होंने पैसा हमारे लग जोड़ा था लो। उसे पूछा मैं खुद बना ले ला। ये 300।
ഇപ്പം മലാട് ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് വന്നയാ. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒരാഴ്ച കഴിയുമ്പോൾ മീൻ വരുമെന്നോ. ഇന്ന് മഴയായിരുന്നു, അവധിയായിരുന്നു. ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു കുറച്ച് നേരം. രാവിലെ ഇടിയിട്ട് പോയി, അങ്ങനെയൊന്നും കിട്ടിയില്ല. വെള്ളം ഇച്ചിരി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പം അച്ചാറിടുന്ന കേരമീൻ ചോദിച്ചോണ്ടേ അവർ പറയും ദീപാവലി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം മീനിൻ്റെ അച്ചാറിൻ്റെ ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു. എന്തോ ചെയ്യാനാ. ഓക്കെ, ഇനി ഞാൻ വാങ്ങിച്ച മീൻ കാണിക്കാമേ. കൊഴിയാള, നമ്മൾ കൊഴിയാളെന്ന് പറയും. ഇത് 200 രൂപയായിരുന്നു ആ ഒരു കൂട്ടം. ഇത് അയല 200 രൂപ. അല്ല, ഇത് അയലയല്ല, ചെമ്പല്ലിക്കോരയാണ്, കിളിമീൻ്റെ ചെറുത്. ഇതും 200 രൂപ. ഇത് തല പോയാൽ പിന്നെ ഒന്നുമില്ല, തലയും ചെറുമ്പലും. വറക്കാനും തോരൻ വെക്കാനേ ഉള്ളൂ. അയലക്കുഞ്ഞ് 200 രൂപയ്ക്ക് 15 എണ്ണം. പിന്നെ കുറച്ച് പ്രോൺസ്. ഇത് ഇത്രയും 700 രൂപ, 2 കൂട്ടം. മീൻ കൊണ്ടുവന്ന കവറുകളൊക്കെ ഇങ്ങനെ വെള്ളം മാല ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെളിയിൽ കൊണ്ടിടാന്ന് വെച്ച്. അപ്പം ഞാൻ വെള്ളം കുടിക്കാൻ വെച്ചു. ഇവിടെ ഒരാൾ മാറ്റൊക്കെ ഇതിൻ്റെ മണ്ടേ, വാഷിംഗ് മെഷീൻ്റെ മണ്ടേ കൊണ്ടിട്ടേക്കുക, മുറി തൂക്കുന്നു. അപ്പം ഞാൻ ഉള്ള ചോറങ്ങ് വെച്ച് വാർക്കട്ടെ. മഴയാ. ഇത് വെച്ച് വാർത്തിട്ട് ഇനിയും പുതിയ ചോറ് വെക്കണം. അപ്പോൾ ഈ സഞ്ചിക്കകത്തൊക്കെ വെള്ളം ഇച്ചിരി ഒന്ന് അതുകൊണ്ട് വാതും പോട്ടെ, വെള്ളമൊക്കെ ഇച്ചിരി ഒന്ന് അതൊന്ന് നിന്ന്. ഇനി ഞാൻ അതുകൊണ്ടങ്ങ് വെളിയിലോട്ട് ബാൽക്കണി ഇടട്ടെ. ഞാൻ ചിന്തിച്ച് പെട്ടെന്ന് ഇനി ഇവർക്ക് ഒരു ചപ്പാത്തിക്ക് ഒരു മുട്ട തോരൻ ഉണ്ടാക്കാമെന്ന്. ഇവിടെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സമയമില്ലെങ്കിലും മുട്ടയ്ക്കകത്താണ് പരിപാടി. അപ്പോൾ അത് മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു 2 സവാളയൊക്കെ എടുത്ത്, സവാളയൊക്കെ അരിഞ്ഞ് ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് ചിലപ്പം തേങ്ങ ചേർക്കും, ചിലപ്പം തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കും. അതൊന്നുണ്ടാക്കാമെന്ന് വെച്ച്. ഇപ്പം ഇവിടെ ഈ മാർക്കറ്റ് രാവിലെ ഉണ്ട്, വൈകിട്ടും ഉണ്ട്. ഞങ്ങൾ രാവിലെ അല്ലേ പോയത്. അപ്പം രാവിലെ ഒരു 9 മണി, എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് 9 മണിയായിട്ടാണ് പോയത്. മഴയുമല്ലായിരുന്നോ. അതുകൊണ്ടാണ് വന്നിട്ട് പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇവരെ അങ്ങ് നിർത്തിയാൽ പിന്നെ നമ്മുടെ കാര്യം പിന്നെ സാവകാശം മതിയല്ലേ. റേച്ചാൻ പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഓഫീസിൽ പോകണം. അപ്പം റേച്ചാനും ഞാൻ ചിന്തിച്ച് ചപ്പാത്തിക്ക് ഇതങ്ങ് കൊടുത്തു വിടാമെന്ന്. ഇവിടെ ഞാൻ എപ്പോഴും പറയാനില്ല നിങ്ങളുടെ അടുത്ത്, ഇവിടെ ചപ്പാത്തിക്ക് ഇങ്ങനെ കറിയായിട്ട് വേണമെന്നൊന്നുമില്ല, ഇങ്ങനാണേലും ഇഷ്ടമാണ്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ഉരുളൻകിഴങ്ങ് തോരൻ, ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ മിക്കവാറും ഇങ്ങനെ മുട്ടയ്ക്കകത്ത് ഇങ്ങനെ തേങ്ങ ചേർക്കാറില്ല. ഇന്നപ്പം ഇച്ചിരി തിരുമിയ തേങ്ങ ഉണ്ടായിരുന്നു താനും. അപ്പം അത് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. യുവമാർക്ക് അത്ര അങ്ങോട്ട് താല്പര്യം വരത്തില്ല ഇതിന്. യുവമാർക്ക് പിന്നെ അല്ലെങ്കിൽ എന്തുവാ താല്പര്യം, യുവമാർക്ക് കുറച്ച് മാഗി, പാസ്ത ഇതൊക്കെ കൊടുക്കാമോ സുഖം. ഓരോ നേരം ഓരോ കാര്യങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വല്ലാത്ത ഒരു ടാർഗറ്റ് തന്നെ.
പോളവിടെ പാട്ട് പ്രാക്ടീസാണ്, അതാ ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അവന് കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ കൂടുതലായിട്ടൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ അഥവാ വയ്യാതങ്ങാണെങ്കിൽ ഞാൻ പിന്നെ പറയും ഞാൻ ചെയ്തോളാന്ന്. അല്ലെങ്കിൽ പിന്നെ ചില സമയത്ത് ഞാൻ പറയും. ഓമനാൻറ്റി പറയുമായിരുന്നു ബിജി പിള്ളേരെ എല്ലാം ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. അത് ശരിയാ, ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. പിന്നെ ചില സമയത്ത് ചെയ്യാൻ കൊടുക്കും. ഇപ്പം നമ്മുടെ തോരനൊക്കെ ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയും മീൻ വെട്ടാൻ നോക്കട്ടെ. അപ്പം അയല ഇത് 200 രൂപയ്ക്ക് 12 എണ്ണോ പറഞ്ഞ് 15 എണ്ണം തരും. പക്ഷേ ഇപ്പം ചിന്തിക്കുന്നു ഒരു കൂട്ടം കൂടെ വാങ്ങിക്കേണ്ടതായിരുന്നു. നല്ല ഫ്രഷ് അയലയുമാ. പക്ഷെ നമുക്ക് ചില മീൻ കണ്ടാലറിയാമല്ലേ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇതാണെങ്കിൽ ഒരു ഇത്തിരി ഉരുണ്ട ടൈപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, നമ്മൾ വെട്ടാനെടുക്കുന്നുണ്ടെങ്കിൽ ഒരു മണം ഉണ്ടല്ലോ, നല്ല പണ്ട് നാട്ടിലത്തെ മീനൊക്കെ വെട്ടുമ്പോൾ ഉള്ളൊരു മണമുണ്ട്. നിങ്ങൾ ചിന്തിക്കുക അതെന്തോ മണമാണ്. അതൊരു മണം തന്നെ. അപ്പോൾ ഇതിൻ്റെ ചെകിളയും എടുക്കുമ്പം തന്നെ അറിയാം, നല്ല കുഴ ഇരിക്കുന്ന ചെകിളയാണ്. നമുക്ക് ചില മീനുകളൊക്കെ കണ്ടാലറിയാം ആ ചെകിളയുടെ കളറും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, അന്നേരം നമുക്കത്ര തോന്നത്തില്ലല്ലേ, മഴയും പെയ്യുന്നുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ഇങ്ങനെ വരാമെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ നഷ്ടമായിപ്പോയി. ഒരെണ്ണം കൂടി ഇങ്ങനെ വാങ്ങിക്കേണ്ടതായിരുന്നു. കറി വെച്ചിട്ടും നല്ല ടേസ്റ്റായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എനിക്ക് ചില മീനുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ മീനുകളെല്ലാം വാങ്ങി ലാസ്റ്റിൽ ഇങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി വരുന്ന വഴിക്കാണ് ഇവരിയ്ക്കുന്നത് കണ്ടത്. അപ്പോൾ എന്തോ ചെയ്യാനാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. അന്നേരം അങ്ങ് ഒരു വാട്ടയും കൂടെ വാങ്ങിച്ചാൽ മതിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയി വാങ്ങിച്ച അയലക്കകത്ത് പരിഞ്ഞിലുണ്ടായിരുന്നു. ഇതിലങ്ങനെ പരിഞ്ഞിലൊന്നുമില്ലായിരുന്നു. എക്സോസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത്. ഇനി എനിക്ക് ഇച്ചിരി മിക്സ് വെജിറ്റബിളിൻ്റെ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട്. ചിക്കൻ്റെ ഉണ്ട്. ചിക്കൻ ഇപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഞായറാഴ്ചയ്ക്ക് ഇപ്പുറം കൊടുക്കാനുള്ളതാണ്. അത് അറബിക്ക് കൊടുക്കാനുള്ള ഒരു കടയുണ്ട് എൻ്റെ പരിചയത്തിലൊരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവിടെ ഈ അറബികൾ കൊടുക്കും. അവർ ഇന്നാളി വാങ്ങിച്ചുകൊണ്ട് പോയി ചിക്കനും മിക്സ് വെച്ചിട്ട് കൊടുക്കും. അവർ ഇപ്പം വീണ്ടും ബോംബെയിൽ വന്നോണ്ടേ വേണമെന്ന് പറയും. എനിക്കതുകൊണ്ട് പെട്ടെന്നെല്ലാം ചെയ്തിട്ട് ഉച്ചയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. ഇനി മീൻകറിയും വെക്കണം. എന്നിട്ട് വേണം അത് പച്ചക്കറി ഇട്ട് അയക്കണം. കാരണം നാളെ കൊറിയറല്ല അയക്കുന്നത്, ഒരാൾ കൊണ്ടു കൊടുക്കും. അപ്പോൾ സൺഡേ കൊണ്ട് കൊടുത്താലും മതി. സൺഡേ നമ്മൾ ചർച്ചിൽ പോകുന്ന റീച്ചാൻ്റെ ഓഫീസിൻ്റെ അടുത്താക്കില്ല. അപ്പോൾ പുള്ളി അന്ന് തന്നെ കൊണ്ട് കൊടുക്കും. പക്ഷെ നാളെ കൊടുക്കണം. സൺഡേ നമുക്ക് പറ്റത്തില്ല, കൊള്ളാതെയാണ്. അപ്പോൾ മീനെല്ലാം ഞാൻ വെട്ടിയെടുത്തു. പിന്നെ ഞാൻ ഇച്ചിരി കാവേജും ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൂടി ഇനി ഒരു തോരൻ വെക്കണം. മഴ പെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ ഈ എക്സോസ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് നോർമൽ സൗണ്ട് കൊടുക്കാത്ത പറ സൗണ്ടാണ് അതിൻ്റെ. ഫാനിടാക്കത്തില്ലല്ലേ, നമ്മുടെ ഫാനിട്ടാലും സൗണ്ടാണ്. ഈ ഗ്യാസ് ഓണായതുകൊണ്ട് ഫാനിടാക്കത്തില്ലല്ലേ. ഫാനിട്ടാലും നമുക്ക് അന്നേരം അതിൻ്റെ ഫാനിൻ്റെ ഒന്നും സൗണ്ട് അറിയത്തില്ല. പക്ഷേ വീഡിയോയിൽ ഫാനിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ടാണ്. അപ്പം ഞാൻ ഈ മീൻ്റെ ഇച്ചിരി ചിലതേ ഉള്ളു വലുത്, ചിലത് കണ്ടിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളത് ഞാനിങ്ങനെ തല ഒരിച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ വരഞ്ഞിട്ടിട്ടുണ്ടേ, ഒന്ന് മസാലയൊക്കെ ഒന്ന് അകത്ത് പിടിക്കാനേ. ചിലത് തല കട്ട് ചെയ്യാതെ ഇട്ടു, ചിലത് തല ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം നമുക്ക് 2 പീസാക്കത്തില്ല. തലയും അവിടെ ഒരു ഇച്ചിരി നീട്ടി കണ്ടിച്ചിട്ട് ഇങ്ങനെ വലിയ പീസാക്കായിരുന്നു. എനിക്കിപ്പോഴും അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുന്നില്ല, നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കാബേജും ഞാൻ പറഞ്ഞില്ല അത് ഞാൻ വെച്ചിട്ട് അതുകൂടെ ഒന്ന് തോരൻ വെക്കണം. ഇതടപ്പ്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി വറ്റി വന്നിട്ട്. അപ്പോൾ ഇനി കറിവേപ്പില ഇട്ടത് അവിടെ അടച്ചവിടെ തിളയ്ക്കട്ടെ. ജോലി കാണുമ്പോൾ ഒന്നുമില്ല, വീഡിയോ കാണുമ്പം ഒരു മീനും വെട്ടി മീൻ കറിയും വെച്ച് തോരനും വെച്ച്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ തുണി കഴുകാനിടണമായിരുന്നു, തുണി വിരിക്കണമായിരുന്നു, പിന്നെ ഈ മീനുകളെല്ലാം കൊണ്ടെല്ലാം കൂടെ ഒതുക്കിയൊന്ന് വെക്കണമായിരുന്നു. എല്ലാം ഒരു ജോലിയാണ്. പിന്നെ എല്ലാം ഇന്നൊന്ന് ഒതുക്കിയിട്ടാണ് ഞാൻ പോയി പിന്നെ കുളിച്ചത്. ഇത് പിന്നെ അരിഞ്ഞ് വെച്ചതായിരുന്നു, തേങ്ങയും തിരുമ്മിയതുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യാമായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.